ഹലോ എവരിവൺ, ഷറാസ് ഫുഡ് ഹബിലെ ഒരു പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈ മക്കൾക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിൽ നമുക്ക് വീട്ടിലെങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ആ ടേസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ, ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ. ഇനി അതിലേക്ക് ഒരു ചെറിയ ബൗളിന്, അതായത് 2 പീസിലില്ലാത്ത ചിക്കൻ, ഒരു വലിയ ചിക്കന് ഞാൻ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിരുന്നു, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഹോട്ട് സോസ്, ഒരു ടീസ്പൂൺ സോയാ സോസ്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ചിക്കൻ ഒന്ന് കുക്കായി കിട്ടണമല്ലോ, അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം അതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് കുക്കാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ഹാഫ് വേവായി വന്നിട്ടുണ്ട്, ഒരല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബൗളിന് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ബൗളിന് റെഡ് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ ബൗള് വലിയ ഉള്ളി. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മാഗിയാണ്, നമ്മുടെ നൂഡിൽസാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ തന്നെ നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിരുന്നു, പ്ലെയിൻ നൂഡിൽസാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഉടക്കാതെ ഇളക്കിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. കെയർ ചെയ്തിട്ട് ചെയ്യാട്ടോ. നമ്മുടെ നൂഡിൽസ് ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനൊരു സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് നൂഡിൽസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നിങ്ങൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ ഒരു തവണയെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും, അവർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. കാരണം നമ്മുടെ സാധാരണ നൂഡിൽസൊക്കെ കഴിച്ചാൽ അവർക്കൊക്കെ മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു പുതു രുചിയാകുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, കൂടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. കൂടെ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഷറാസ് ഫുഡ് ഹബിൽ ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.